ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ബസുമതി റൈസ് നന്നായി കഴുകിയതിനു ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ട് വെക്കുക. 1 കിലോ ചിക്കൻ, സവാള ഒരെണ്ണം, 1 ക്യാരറ്റ്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, മല്ലി, കുരുമുളക്, ഡ്രൈ ലെമൺ, 3 തക്കാളി അരച്ചത്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കബ്സ മസാല 2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മാഗി ക്യൂബ് 3 എണ്ണം, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഓയിൽ 6 ടേബിൾ സ്പൂൺ. ഇനി കബ്സ തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിലോട്ട് ചിക്കൻ എടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് 15 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കുക. ഈ സമയം വെള്ളത്തിലിട്ട് വെച്ച റൈസ് ഒന്ന് ഊറ്റിയെടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കിംഗ് പോട്ടിലോട്ട് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്, മല്ലി, ഇനി അരിഞ്ഞു വെച്ച ഒരു വലിയ സവാള, ടു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലോട്ട് തയ്യാറാക്കി വെച്ച ചിക്കൻ കൂട്ട് ചേർക്കുക. തക്കാളി ജ്യൂസ്, കബ്സ മസാല, ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു മാഗി ക്യൂബ് കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ പോട്ട് 5 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കുക. ശേഷം 1 ലിറ്റർ വെള്ളം ചേർത്തൊന്ന് ഇളക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള 2 മാഗി ക്യൂബ് കൂടെ ചേർക്കുക. ഇനി ചിക്കൻ ഒരു പകുതി വേവാകുമ്പോൾ പോട്ടിൽ നിന്ന് മറ്റൊരു പാനിലേക്ക് മാറ്റുക. ഇനി കുക്കിംഗ് പോട്ടിലോട്ട് അരി വേവിക്കുന്നതിനായി 1 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുക. വെള്ളം തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഊറ്റി വെച്ച റൈസ് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് ഇളക്കുക. ഡ്രൈ ലെമൺ ഇട്ട് കുക്കിംഗ് പോട്ട് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കുക. ചിക്കൻ പൊരിച്ചെടുക്കുന്നതിന് കൂട്ട് തയ്യാറാക്കാനായി ഒരു പാത്രത്തിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കുക. അരി ഒട്ടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മസാലക്കൂട്ട് ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക.
ഈ സമയം കുക്കിംഗ് പോട്ടിലോട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. ഫ്രൈ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ചൂടായി വരുമ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ അരി ഏകദേശം വേവായിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അല്പം മല്ലിയില വിതറിയിടുക. ഫ്രൈ ചെയ്ത ചിക്കൻ നിരത്തി വെച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഈ ഡിഷ് കപ്സ വീഡിയോ ഇഷ്ടമായോ? പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.